നിങ്ങളുടെ ഡ്രീം ലൈഫ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഒരുപാട് ദൂരത്തൊന്നുമല്ല, അത് നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബ്ലൂ പ്രിന്റിൽ ഒറ്റൊരു കാര്യം മാത്രമേ ഇല്ലാത്തതായിട്ടുള്ളൂ, അതിൻ്റെ ആർക്കിടെക്ട്. ദാറ്റ് മീൻസ് യു. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു ഡിഫോൾട്ട് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമല്ല. കാര്യങ്ങളൊക്കെ ശരിയാകും എന്ന് ഹോപ്പ് വെച്ചിട്ട് അവരൊരു ഒഴുക്കിന് അങ്ങനെ ജീവിക്കും. നമ്മുടെ ലൈഫിലെ ഒരു എസെൻഷ്യൽ ഫാക്ടറാണ് ഹോപ്പ്, പ്രതീക്ഷ. പക്ഷേ അതൊരിക്കലും ഒരു സ്ട്രാറ്റജി അല്ല. നിങ്ങൾക്ക് ഒരു ഡ്രീം ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയല്ല വേണ്ടത്, അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇന്ന് അത് എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഇന്നത്തെ വീഡിയോ ദ ബ്ലൂ പ്രിന്റ് ഫോർ യുവർ ഡ്രീം ലൈഫ്. ജസ്റ്റ് സർവൈവ് ചെയ്ത് പോവുകയല്ലാതെ വളരെ ഫ്രൂട്ട്ഫുൾ ആയ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്തതുപോലെയുള്ള നമ്മുടെ അൾട്ടിമേറ്റ് ഗോളായ ആ ഒരു ജീവിതം ജീവിക്കാനായിട്ട് ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. 1. ഹൗ ടു ഗെറ്റ് ആബ്സല്യൂട്ട് ക്ലാരിറ്റി ഓൺ വാട്ട് യുവർ ഡ്രീം ലൈഫ് ലുക്സ് ലൈക്ക്. 2. ഹൗ ടു സെറ്റ് പവർഫുൾ ഗോൾസ് ദാറ്റ് അലൈൻ വിത്ത് that vision. 3. The step by step process of achieving them. And 4. How to live fully in that reality once you get there. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടാവും നിങ്ങൾ എൻഡ് ചെയ്യുക. സോ ആദ്യം തന്നെ ഒരു പേപ്പർ ആൻഡ് പെൻ എടുത്തിട്ട് എല്ലാവരും സെറ്റായിട്ടിരിക്കുക. കാരണം നിങ്ങൾ കാണാൻ പോകുന്നത് ജസ്റ്റ് ഒരു വീഡിയോ അല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. ഡിഫൈനിങ് യുവർ ഡ്രീം ലൈഫ്. ശരിക്കും എന്താണ് എൻ്റെ ഡ്രീം ലൈഫ് എന്ന് ഡിഫൈൻ ചെയ്യാതെയാണ് ഒരുപാട് ആളുകൾ സക്സസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. വലിയൊരു മിസ്റ്റേക്കാണത്. എന്താണ് നിങ്ങളുടെ ഡ്രീം ലൈഫ് എന്ന് ആരോടെങ്കിലും നമ്മൾ ചോദിച്ചാൽ അവരുടെ ഉത്തരം വലിയ വീട്, ലോകം ചുറ്റി സഞ്ചരിക്കുക, ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുക എന്നൊക്കെയാവും. പക്ഷേ സത്യം ഇതാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് അലൈൻ ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങളോട് അലൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല. യുവർ ഡ്രീം ലൈഫ് ഈസ് ഡീപ്ലി പേഴ്സണൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ. വാട്ട് ഡസ് ഡ്രീം ലൈഫ് മീൻ ടു യു? അത് മനസ്സിലാക്കാനായിട്ട് ഒരു സിമ്പിൾ എക്സസൈസ് ചെയ്തു നോക്കാം. ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസത്തിലേക്ക് ഉണർന്ന് എണീക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കും? നിങ്ങളുടെ ചുറ്റും ആരൊക്കെയാണ് ഉണ്ടാവുക? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും? എന്ത് തരത്തിലുള്ള ജോലിയായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാവും ഫീൽ ചെയ്യുക? ഒന്ന് കണ്ണടച്ച് ആ പിക്ചർ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ. ആ ചിത്രമാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഇനി അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കയ്യിലുള്ള ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. എനിക്ക് കുറേ ക്യാഷ് വേണം എന്ന് മാത്രം എഴുതാതെ, ഞാൻ സീഷോറിലുള്ള ഒരു വീട്ടിലാണ് താമസം, ഞാൻ ഇന്ന് ഇത്ര സമയം എൻ്റെ ഡ്രീം പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തു, ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്തു, എനിക്ക് വായിക്കാൻ സമയം കിട്ടി, ഈ വർഷം ഫാമിലിയുടെ കൂടെ 2 തവണ ട്രിപ്പ് പോകാനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട് എന്നൊക്കെ വളരെ വിശദമായിട്ട് എഴുതി വയ്ക്കാം. ആൻഡ് ഇറ്റ്സ് ടോട്ടലി പേഴ്സണൽ. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യുവർ ബ്ലൂ പ്രിൻറ്റ്, വിഷൻ. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ദ വിഷൻ. ഇപ്പം നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങളുടെ ഡ്രീം ലൈഫ് ബിൽഡ് ചെയ്യുന്നത് ഒരു വീടുണ്ടാക്കുന്നത് പോലെ സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾ വീടുണ്ടാക്കാനുള്ള കല്ല് വാങ്ങി വെച്ചിട്ട് വീട് താനെ ഉണ്ടാവും എന്ന് കരുതിയിരിക്കുമോ? ഇല്ല. നമ്മൾ എഞ്ചിനീയർ തന്ന പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യും, അല്ലേ? അതുപോലെ യുവർ ഗോൾസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ്, ബട്ട് ദ പ്ലാൻ ഈസ് ദ സീക്വൻസ്. ആസ്ക് യുവർ സെൽഫ്, ഇതാണ് എൻ്റെ ഡ്രീം ലൈഫ് എന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം ആകുമ്പോഴേക്ക് ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5 വർഷം കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വർഷം ഞാൻ എന്തൊക്കെ ചെയ്യണം? ഈ വർഷം ഇതെല്ലാം നേടണം എന്നുണ്ടെങ്കിൽ ഈ മാസം, ഈ ആഴ്ച, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഇങ്ങനെയാണ് അവ്യക്തമായ ഒരു ഡ്രീമിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആക്ഷനബിൾ ആയ ഒരു റോഡ് മാപ്പ് ആക്കിയിട്ട് മാറ്റുന്നത്. ഗോൾ സെറ്റിംഗ് ദ റൈറ്റ് വേ. മോസ്റ്റ് ഗോൾസ് ഫെയിൽസ്. അതെ, മോസ്റ്റ് ഗോൾസ് ഫെയിൽ. വൈ? ബിക്കോസ് ആളുകൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു വിഷ് പോലെയാണ്. എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, എനിക്ക് റിച്ച് ആവണം, എനിക്ക് ഹാപ്പി ആവണം, അല്ലാതെ സ്ട്രാറ്റജീസ് ആയിട്ടല്ല. ദാറ്റ്സ് നോട്ട് ദ ഗോൾ, ദാറ്റ്സ് എ ഹോപ്പ്. നിങ്ങളുടെ ഡ്രീം ലൈഫ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോളിന് 3 കാര്യങ്ങൾ വേണം. ഒന്ന് ക്ലാരിറ്റിയാണ്. ഗോൾ എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. എനിക്ക് ഫിറ്റ് ആവണം എന്ന് പറയുന്നതിന് പകരം ഞാൻ ആഴ്ചയിൽ 4 ദിവസം വർക്കൗട്ട് ചെയ്യും, അങ്ങനെ ഒരു മാസം കൊണ്ട് എനിക്ക് 5 കിലോ കുറയ്ക്കാൻ പറ്റും എന്ന് പറയാം. 2. പർപ്പസ് ആണ്. ആസ്ക് വൈ. എന്തിന് ഞാനിത് അച്ചീവ് ചെയ്യണം? ഒരു സ്ട്രോങ് വൈ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു വോണ്ട് സ്റ്റിക്ക് ടു ഇറ്റ്. 3. പ്രോസസ്സാണ്. ഫോക്കസ് ഓൺ ഡെയിലി ആക്ഷൻസ്, നോട്ട് ജസ്റ്റ് ഔട്ട്കംസ്. ഫൈനൽ റിസൾട്ട് എന്താണ് എന്ന് നോക്കുന്നതിന് പകരം ഉറപ്പായിട്ടും നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. അതിനായിട്ട് നിങ്ങൾക്കൊരു ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ഡ്രീം, ഗോൾ, ആക്ഷൻ, ഹാബിറ്റ്, ഐഡൻറ്റിറ്റി. സ്റ്റാർട്ട് വിത്ത് യുവർ ഡ്രീം, ദ ബിഗ് പിക്ചർ. നിങ്ങളുടെ ഡ്രീം ലൈഫ് ഇമാജിൻ ചെയ്യുക.
ടേൺ ഇറ്റ് ഇൻ ടു ഗോൾ, ക്ലിയർ ആൻഡ് മെഷറബിൾ. അതിനെ ക്ലിയർ ആൻഡ് മെഷറബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാക്കിയിട്ട് മാറ്റുക. ബ്രേക്ക് ഇറ്റ് ഇൻ ടു ആക്ഷൻസ്, സ്മോൾ സ്റ്റെപ്സ്. അതിനെ ചെറിയ ആക്ഷൻസ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യുക. ആൻഡ് റിപ്പീറ്റ് ദോസ് ആക്ഷൻസ് അൺടിൽ ദേ ബിക്കം ഹാബിറ്റ്സ്. ആ ആക്ഷൻസ് ഹാബിറ്റ്സ് ആവുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഹാബിറ്റ്സിനോട് സ്റ്റിക്കായി കഴിഞ്ഞാൽ അവ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്യും. ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു നാച്ചുറലി ലിവ്സ് ദാറ്റ് ഡ്രീം ലൈഫ്. ദ സിസ്റ്റംസ് ദാറ്റ് സസ്റ്റെയിൻ യു. ഒരു കാര്യം പറയട്ടെ, വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഹാവ് ദ സെയിം ഗോൾസ്. എല്ലാ അത്ലറ്റ്സിനും വേണ്ടത് ഗോൾഡ് മെഡലാണ്, എല്ലാ ഓണ്ടർപ്രണേഴ്സിനും വേണ്ടത് സക്സസ് ആണ്, എല്ലാ സ്റ്റുഡൻസിനും വേണ്ടത് ടോപ്പ് ഗ്രേഡ്സ് ആണ്. പിന്നെ എന്താണ് ഇവരുടെ റിസൾട്ടിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്? സിസ്റ്റംസ് ആണ്. യുവർ ഹാബിറ്റ്സ്, യുവർ എൻവയോൺമെൻറ്റ്, ദ പീപ്പിൾ യു സറൗണ്ട് യുവർ സെൽഫ് വിത്ത്. Here is the key. You don't rise to the level of your goals. You fall to the level of your systems. അതുകൊണ്ട് നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക, എൻ്റെ ഡ്രീം ലൈഫിൽ എത്തിച്ചേരാനായിട്ട് എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് ഞാൻ ബിൽഡ് ചെയ്യേണ്ടത്? എങ്ങനെയുള്ള എൻവയോൺമെൻ്റ് ആണ് എൻ്റെ വളർച്ച കുറച്ചുകൂടി ഈസി ആക്കുക? ആരോടൊപ്പമാണ് ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്? ആരിൽ നിന്നൊക്കെയാണ് ഞാൻ അകന്നു നിൽക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റവുമായിട്ട് ഒത്തുപോകുമ്പോൾ സക്സസ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ലിവിങ് ഇൻ യുവർ ഡ്രീം ലൈഫ്. അധികം ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യം ഇനി പറയാം. ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ലൈഫ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. വൈ? ബിക്കോസ് യു നെവർ ലേൺഡ് ഹൗ ടു ലിവ് ഇൻ ഇറ്റ്. അതെ, എങ്ങനെ അച്ചീവ് ചെയ്ത ആ ഗോളിൽ ജീവിക്കണം എന്ന് പലർക്കും അറിയാറില്ല. നമ്മളെ ഡ്രീം ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ആ ഗോളിൽ എത്തലും മാത്രമല്ല, അത് ആസ്വദിക്കാൻ കഴിയൽ കൂടിയാണ്. സോ വെൻ യു ഗെറ്റ് ദ നമ്പർ 1 പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. നമ്പർ 2 സെലിബ്രേറ്റ് സ്മോൾ വിൻസ് അലോങ് ദ വേ, നോട്ട് ജസ്റ്റ് ദ ബിഗ് ഗോൾ. ആൻഡ് നമ്പർ 3 കീപ് ഇവോൾവിങ്. നിങ്ങളുടെ ഡ്രീം ലൈഫ് ഒരു ഫിക്സഡ് പോയിന്റ് അല്ല, ഇറ്റ്സ് എ മൂവിങ് ഹൊറൈസൺ. സോ ദ സീക്രട്ട് ഈസ് ടു ലവ് ദ ജേർണി ജസ്റ്റ് ആസ് മച്ച് ആസ് ദ ഡെസ്റ്റിനേഷൻ. കോമൺ റോഡ് ബ്ലോക്സ് ആൻഡ് ഹൗ ടു ഓവർകം ദം. ഏതൊരു ജേണിക്കും പല തടസ്സങ്ങളും കാണും. അതിന് നമ്മളുടെ ഡ്രീം എത്ര ചെറുതായാലും വലുതായാലും ഉണ്ടാവും. അതെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡ്രീം ലൈഫിലേക്ക് എത്താനുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന 3 വലിയ കടമ്പകൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. അതിനുള്ള സൊല്യൂഷൻ ടാസ്കുകൾ മൈക്രോ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. ഡെയിലി ജിമ്മിൽ പോകൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ഡെയിലി ഷൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് ഡ്രസ്സ് ഇട്ട് ശീലിക്കുക. അങ്ങനെ മൊമെൻറ്റം ബിൽഡ് ചെയ്തെടുക്കുക. രണ്ടാമത്തേത് സെൽഫ് ഡൗട്ട് ആണ്. അതിനുള്ള സൊല്യൂഷൻ വാട്ട് ഇഫ് ഐ ഫെയിൽ എന്ന ചിന്ത മാറ്റിയിട്ട് വാട്ട് ഇഫ് ഐ സക്സീഡ് എന്ന് ചിന്തിക്കുക. ഒരു പ്രൂഫ് ജേർണൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഓരോ ചെറിയ വിജയങ്ങളും അച്ചീവ്മെൻറ്റ്സും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. മൂന്നാമത്തേത് ഡിസ്ട്രാക്ഷൻസ് ആണ്. അതിനുള്ള സൊല്യൂഷൻ ഒരു എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യുക എന്നതാണ്. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്സ് ഒക്കെ ഡിലീറ്റ് ആക്കുക, ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക ആൻഡ് ഫോക്കസ് ചെയ്യാനായിട്ട് ടൈം ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യാം. റിമെമ്പർ, ദ എനിമി ഓഫ് എ ഡ്രീം ലൈഫ് ഈസ് നോട്ട് ഫെയിലിയർ, ഇറ്റ്സ് സെറ്റിലിംഗ് ഫോർ എ ലൈഫ് യു ഡോണ്ട് വാണ്ട്. നിങ്ങളുടെ ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് ഒരു ലോട്ടറി അടിക്കുന്നത് പോലെയോ ഭാഗ്യമോ എന്തെങ്കിലും മാജിക്കോ ഒന്നുമല്ല. ഇറ്റ്സ് എ ചോയ്സ്. നിങ്ങളെടുക്കുന്ന ഓരോ ആക്ഷനും അതിൻ്റെ ഓരോ കല്ലുകളാണ്. നിങ്ങൾ പിന്തുടരുന്ന ഓരോ ഹാബിറ്റും അതിലെ ചുമരുകളാണ്. ഓരോ മൈൻഡ് സെറ്റ് ഷിഫ്റ്റുകളും അതിൻ്റെ അടിത്തറയാണ്. ആൻഡ് ഡേ ബൈ ഡേ, ബ്രിക്ക് ബൈ ബ്രിക്ക്, യു ബിക്കം ദി ആർക്കിടെക്ട് ഓഫ് എ ലൈഫ് യു വൺസ് ഓൺലി ഇമാജിൻഡ്. സോ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഡോണ്ട് ജസ്റ്റ് വാച്ച് ദിസ് വീഡിയോ, ടേക്ക് 1 സ്റ്റെപ്പ് ടുഡേ. നിങ്ങളുടെ വിഷൻ എഴുതി വയ്ക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. ബിക്കോസ് ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് യുവർ ഡ്രീം ലൈഫ് ഈസ് ഓൾറെഡി ഇൻ യുവർ ഹാൻഡ്സ്. ഇറ്റ്സ് അപ് ടു യു ടു ബിൽഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.